സ്പ്ലിൻഡർ യൂണിയൻ ഉണ്ടാക്കൽ, അങ്ങനെ ഒരു പാർട്ടി MCPIU എന്ന പാർട്ടിക്ക് ഇത്ര യൂണിയൻ ഉണ്ട്, 28 യൂണിയൻ ഉണ്ട്, അല്ലെ 56 യൂണിയൻ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി എല്ലായിടത്തും സ്പ്ലിൻഡർ യൂണിയൻ ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള നിലയ്ക്കും ചുരുക്കി കാണരുത്. ആ സ്പ്ലിൻഡർ യൂണിയൻ ഉണ്ടാക്കൽ പാർലമെന്റ് റിസർവ്. എന്നാൽ ചില സന്ദർഭത്തിൽ തൊഴിലാളികൾക്ക് ഐക്യത്തിന്റെയും സ്വതന്ത്ര ജനാധിപത്യ പ്രവർത്തനത്തിന്റെയും സന്ദേശം ആ മേഖലയിൽ എത്തിക്കാൻ ആവശ്യമാണെന്ന് തോന്നുന്നെങ്കിൽ ഉണ്ടാക്കാം. അതിന് കേവലമായ തത്വമല്ല, ഒരിക്കലും ഉണ്ടാക്കിക്കൂടാന്ന്. പക്ഷെ ഇതെല്ലാം തൊഴിലാളികളുടെ ഐക്യത്തെയും അവരുടെ രാഷ്ട്രീയ ബോധം ഉയർത്തുന്നതിന്റെ ലക്ഷ്യത്തിന് കീഴ്പ്പെട്ട് അപ്പോൾ ആവശ്യമുള്ളത് എന്നുള്ള നിലയ്ക്കാണ് മനസ്സിലാക്കേണ്ടത്. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് NGO പ്രവർത്തിക്കുന്നുണ്ട്, ചിലർ CIT പ്രവർത്തിക്കുന്നുണ്ട്, ചിലർ വേറെ സ്വതന്ത്ര യൂണിയനുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളുമായിട്ട് അങ്ങനെ ബന്ധമില്ലാത്ത സ്വതന്ത്ര യൂണിയനിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം ശരിയാ. പക്ഷെ അവരതിന് വേദി അനുവദിക്കുന്നുണ്ടോ? അനുവദിക്കാൻ വേണ്ടി പോരാടുക. അങ്ങനെ ഒരു പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിൽ കൂടുതൽ ജനങ്ങൾക്ക് തോന്നുക ഈ പോരാട്ടം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വേറൊരു സംഘടന സ്ഥാപിക്കണം എന്നുള്ളത് തൊഴിലാളി തീരുമാനിച്ചാൽ തൊഴിലാളിയാണ് തീരുമാനിക്കേണ്ടത്. കാരണം നമ്മുടെ ആത്മനിഷ്ഠമായ ആഗ്രഹം ഞങ്ങൾക്കൊരു യൂണിയൻ വേണം എന്നൊരു ആത്മനിഷ്ഠമായ ആഗ്രഹത്തിന്റെ ഫലമാവരുത്, തൊഴിലാളി തീരുമാനിക്കുകയാണേ ആവാം. അപ്പൊ ആ നിലയ്ക്ക് ആണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാത്ത നമുക്ക് നമ്മുടെ യൂണിയൻ വേണമെന്നില്ല. നമ്മുടെ ഒരു പാർട്ടി മെമ്പർക്ക് ഒരു ബൂർഷ്വാ യൂണിയനിൽ അല്ലെങ്കിൽ റിവിഷനിസ്റ്റുകളുടെ യൂണിയനിൽ പ്രവർത്തിക്കാം. അവിടെ 4-5 പേരുണ്ടെങ്കിൽ അവിടെ ഫ്രാക്ഷൻ ഉണ്ടാക്കി പ്രവർത്തിക്കാം, പാർട്ടി ഫ്രാക്ഷൻ. അതാണ് ഫ്രാക്ഷന്റെ കാര്യത്തിന്റെ പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ വിപ്ലവ പാർട്ടിയുടെ ജോലി എല്ലായിടത്തും സ്പ്ലിൻഡർ യൂണിയൻ ഉണ്ടാക്കലല്ല, ഓരോ സ്ഥലത്ത് എങ്ങനെയാണ് നമ്മുടെ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രവർത്തനം നീക്കേണ്ടത് എന്ന കാര്യം ഗൗരവപൂർവ്വം ആലോചിക്കണം. അങ്ങനെ ആലോചിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് എല്ലായിടത്തും ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വീഴ്ചയുണ്ടെന്നാണ് നമുക്ക് സംഘടനയെ ശ്രദ്ധിച്ചില്ലെന്നോ അസംഘടിതനെ ശ്രദ്ധിച്ചില്ലെന്നോ അല്ലെങ്കിൽ പിന്നെ നാട്ടുമ്പുറത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ വീഴ്ചയുണ്ടെന്നോ പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അല്ലാതെ എല്ലായിടത്തും വേറെ യൂണിയൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നല്ല അർത്ഥമാക്കുന്നത്. വേറെ യൂണിയൻ ഉണ്ടാക്കാൻ കഴിയാത്തടത്ത് പോലും ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നിടത്ത് ഉണ്ടാക്കേണ്ടിടത്ത് അതുണ്ടാക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് തിരുത്തേണ്ടതായിട്ടുള്ളത്. ഈ നിലയ്ക്ക് കാണാതെ പാർട്ടിയുടെ അനുബന്ധമാക്കരുത് യൂണിയൻ. പാർട്ടിയുടെ അനുബന്ധമാക്കരുത് യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കതൊരു അത് വർഗത്തെ യോജിപ്പിക്കാനും വർഗത്തിന്റെ ആകെ രാഷ്ട്രീയ ബോധം ഉയർത്താൻ വേണ്ടിയുള്ള നമ്മുടെ സംഘടനാ സമീപനത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് എന്ന നിലയ്ക്ക് അത് മനസ്സിലാക്കേണ്ടത്. ഒരു കേവലമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ഇപ്പം NGOയുടെ പ്രവർത്തനത്തിന് ദൗർബല്യമുണ്ട്, മറ്റ് കിസാൻ ഫെഡറേഷന്റെ പ്രവർത്തനത്തിലൊക്കെ ദൗർബല്യമുണ്ട്. NGOയ്ക്ക് സംസ്ഥാന കമ്മിറ്റി ആഫീസില്ല. നേരത്തെ ആഫീസ് ഉണ്ടായിരുന്നു പനമ്പള്ളി നഗറിൽ, അത് പക്ഷേ ഒഴിപ്പിക്കപ്പെട്ടു പോയി. നമുക്ക് ആഫീസില്ല. ഓഫീസ് ആരംഭിക്കണം. ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ ഒരു സംഘടിത നേതൃത്വം കൊടുക്കാൻ പറ്റൂ. ആ സംഘടിത നേതൃത്വം വളരെ ആവശ്യമായിട്ടും അതിന്റെ ഓഫീസില്ല. അതിന് ഇപ്പം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആഫീസ് പ്രവർത്തിക്കുന്ന ആലുവയിൽ തൽക്കാലം പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു. നടപ്പായില്ല. അതാണ് പിന്നെ സ്വയം വിമർശനപരമായി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉയർന്നു വന്ന ചോദ്യം, അങ്ങനെ പാർട്ടി ജില്ലാ കമ്മിറ്റി ആഫീസിൽ NGO ആഫീസ് പ്രവർത്തിക്കാമോ? ആശങ്ക ഒരു ഉണ്ടാകാനിടയുള്ള ഒരു പാഴ്ച ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ നല്ലത്. ഉണ്ടാകാനിടയിൽ ഒരു പാഴ്ചയെ പറ്റിയുള്ള ആശങ്ക കൊണ്ടാണ് പറയുന്നതെങ്കിൽ നല്ലത്. അതല്ലാതെ വെറും സാങ്കേതികമായി എടുത്താൽ പോരാ.
കാരണം എന്താ ഇപ്പൊ വേണ്ടത്? കേരളത്തിലെ NTA പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അങ്ങനെ ശക്തിപ്പെടുത്തേണ്ടത് സ്വതന്ത്രവും ജനാധിപത്യപരമായ പ്രവർത്തനത്തിന്റെ സന്ദേശം കൂടുതൽ മേഖലയിൽ എത്തിക്കാൻ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. ആ ദൗർബല്യം തിരുത്തണം. ആ ദൗർബല്യം തിരുത്താൻ പുതിയ ആഫീസ് എളുപ്പത്തിൽ നമ്മൾ ചെന്നാൽ ഉടനെ കിട്ടത്തില്ല. അങ്ങനെ കിട്ടാത്ത പശ്ചാത്തലത്തിൽ പുതിയ ആഫീസിന് പുതിയ ഒരു സെന്റർ എന്നുള്ള നിലയ്ക്കുള്ള ഫംഗ്ഷൻ തന്നെ അനന്തമായി നീണ്ടുപോകണം. ഒരു സെന്റർ ഫംഗ്ഷൻ ആരംഭിക്കുക എന്നുള്ളത് അനന്തമായി നീണ്ടുപോയാൽ അത് ഒരു ഈ സ്വതന്ത്രവും ജനാധിപത്യമുള്ള പ്രവർത്തനത്തിന്റെ പ്രാധാന്യം തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രചരിപ്പിക്കുന്നതിന് തടസ്സമാകത്തല്ലേ ഉള്ളൂ. ആ തടസ്സം തട്ടി നീക്കാനാണ് ആവശ്യം. അങ്ങനെ തടസ്സം തട്ടി നീക്കുന്നതിന് പാർട്ടി ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചാൽ അത് പെട്ടെന്നൊരു തെറ്റായ പ്രതിച്ഛായ കൊടുക്കത്തക്കവണ്ണം അങ്ങനെ നമുക്ക് തൊഴിലാളികളെല്ലാം ദൈനംദിനം ബന്ധപ്പെടുന്ന ഒരു ആഫീസിന്റെ നിലവാരത്തിലേക്ക് സംസ്ഥാന കമ്മിറ്റി ആഫീസ് ഉയർന്നിട്ടില്ലല്ലോ. അങ്ങനെ ഉയരാവുന്ന ഒരു ഘട്ടമായിട്ടില്ലല്ലോ. അങ്ങനെ ആകാത്ത ഘട്ടത്തിൽ അതൊരു വലിയ തടസ്സമായി നമ്മുടെ സ്വതന്ത്രവും ജനാധിപത്യപരമായ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിന് ഇതൊരു തടസ്സമായി മാറുന്നു. തടസ്സമല്ല, ഒരു സൗകര്യമാണ്, ഒരു 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 തള്ള ലഭിക്കാൻ പോകുന്നത് അതിന്. ഏത് ഈ സ്വതന്ത്രവും ജനാധിപത്യപരമായ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിന് ഇല്ലാത്ത സംസ്ഥാന സെന്ററിന്റെ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കണം എന്നുള്ളത് ആവശ്യമായിരിക്കെ ആരംഭിക്കുക എന്നുള്ളതിനാ പ്രാധാന്യം. തീർച്ചയായിട്ടും ആരംഭിച്ചു കഴിയുമ്പോൾ അത് ബഹുജന സ്വഭാവം ആർജിച്ച് ശക്തിപ്പെട്ട് വരുമ്പോൾ ഇത് നടന്നതാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യല്ല. പക്ഷേ ആണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ഓഫീസ് കണ്ടുപിടിക്കാൻ കഴിയും, പ്രവർത്തനം അങ്ങോട്ട് മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം വെറും ടെക്നിക്കലായി എടുത്താൽ മാത്രം പോരാ. പ്രസ്ഥാനത്തിന്റെ പുരോഗതിയുടെ അന്നത്തെ ആ ഘട്ടത്തിലെ ആവശ്യകതയ്ക്കൊത്ത് അത് നിറവേറ്റാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി വേണം, അയവാർന്ന സമീപനം വേണം. തത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ തത്വത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അടവുകളുടെ കാര്യത്തിൽ വേണ്ടത്ര മെയ്വഴക്കം കാണിക്കുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ മർമ്മവും അറിയാവുന്നവർക്ക് പിന്നെ ദേഹത്ത് തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ മർമ്മം പറഞ്ഞാൽ എവിടെ നോക്കിയാലും മർമ്മമാണ്, ഒന്നും തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ടാവരുത്. പ്രായോഗിക പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനാ പ്രധാനം. ആ പ്രായോഗിക പ്രവർത്തനത്തിൽ ദൗർബല്യങ്ങളെ നമുക്ക് തിരുത്താം. പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. നിർദ്ദേശം വന്നു മറ്റ് രാഷ്ട്രീയ ധാരകളെയും കൂടെ NTA-ക്കകത്ത് ഉൾപ്പെടുത്തണം എന്ന്. അങ്ങനെയാണല്ലോ ഇന്ത്യയുടെ അഖിലേന്ത്യാ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലാണെങ്കിലും അങ്ങനെ. കേരളത്തിൽ NTA സംസ്ഥാന ഘടകം രൂപീകരിച്ചപ്പോൾ ലഭ്യമായ എല്ലാ രാഷ്ട്രീയ ധാരകളെ ഉൾപ്പെടുത്തിയാണ് ഉണ്ടാക്കിയത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതാവ് പീറ്റർ, അതുപോലെ തോട്ടം തൊഴിലാളികളുടെ നേതാവ് PT ജോൺ, അവരെയൊക്കെ ഉൾപ്പെടുത്തുക മാത്രമല്ല അവരെല്ലാം പിന്നെ ഈ പ്രവർത്തനത്തിനകത്ത് പങ്കെടുപ്പിക്കാനും മുമ്പിൽ നിർത്താനും നമ്മൾ എന്തെല്ലാം പരിശ്രമമാണ് നടത്തിയത്. NTA-യുടെ സംസ്ഥാന ജാഥ വന്നപ്പോൾ PT ജോണിനെ ആ ജാഥയുടെ ഉപനേതാവാക്കി. വിശ്വേശ്വരൻ ക്യാപ്റ്റൻ, PT ജോൺ വൈസ് ക്യാപ്റ്റൻ. കേരളത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പത്തനംതിട്ടയില്ലല്ലോ, അവിടെയൊക്കെ വന്നപ്പം പങ്കെടുത്ത് ചില യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തു. അതുപോലെ പീറ്ററെ ഭാരവാഹിയാക്കി. പക്ഷേ പീറ്റർ അങ്ങനെ വന്നിട്ടില്ല. അഖിലേന്ത്യാ സെന്ററുമായിട്ട് ബന്ധപ്പെടും, ഇവിടെ അങ്ങനെ ബന്ധപ്പെടത്തില്ല.
പി ടി ജോണും അഖിലേന്ത്യാ സെന്ററിൽ ഇപ്പോഴും ഭാഗമായി കമ്മിറ്റിക്കൊക്കെ വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ വരത്തില്ല. അവർക്കതിന് അവരുടേതായ കാരണങ്ങളുണ്ടാവും. അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസികളായ തൊഴിലാളികളെ അണിനിരത്തി തൊഴിലാളി വർഗ ഐക്യം വിപുലമാക്കി, അങ്ങനെ വിപുലമാക്കിക്കൊണ്ട് വേണം അവരുടെ രാഷ്ട്രീയ ബോധത്തിലെ പരിമിതികൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാർജ്ജനം ചെയ്ത് ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റേണ്ടവരെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ വസ്തുനിഷ്ഠമായ പരിമിതികൾ ഉണ്ടാവും, നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ പരിമിതികൾ ഉണ്ടാവും. ആ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. ഉള്ളതുകൊണ്ട് പല രംഗത്തും വീഴ്ച വരുന്നു, കറക്റ്റാണ്. പുതിയ നേതൃത്വം വളർത്തിക്കൊണ്ട് വരണം. അതിലും രണ്ടഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമില്ല. പുതിയ നേതൃത്വം വളർത്തിക്കൊണ്ട് വരണം. പുതിയ നേതൃത്വം വളർത്തിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കേഡർമാരെ കണ്ടെത്തണം. നമുക്ക് ഏറ്റെടുക്കേണ്ട ജോലികൾ നിരവധിയാണ്. ആ ജോലികളെല്ലാം നിർവഹിക്കത്തക്കവണ്ണം പുതിയ കേഡർമാരെ കണ്ടെത്തണം. ആ പുതിയ കേഡർമാരെ എവിടുന്ന് കണ്ടെത്തും? കേഡർമാരില്ല. നമുക്ക് ഉള്ള പാർട്ടി ഓവർമാർ വല്ലതും ഉള്ള സീനിയേഴ്സാണ്, രോഗാതുരാണ്. കറക്റ്റ്, ശരി. പുതിയ കേഡർമാരെ എങ്ങനെ കണ്ടെത്തും? പുതിയ കേഡർമാർ നിരവധിയുള്ള മേഖലയ അക്ഷയ ഖനികള നമ്മുടെ വർഗബഹുജന സംഘടനകൾ. എത്ര പുതിയ കേഡർമാരെ കണ്ടെത്താൻ പറ്റും വർഗബഹുജന സംഘടനകൾ കൂടി? അവിടെ അത് പറയുമ്പോഴാണ് വർഗബഹുജന സംഘടനകളുടെ കാര്യത്തിൽ ശ്രദ്ധ വരുമ്പം പാർട്ടി ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പാർട്ടി കെട്ടിപ്പടുക്കലിന്റെ പ്രാധാന്യം, മനസ്സിലുണ്ടെങ്കിൽ ഈ വർഗബഹുജന സംഘടനകളുടെ പ്രവർത്തനത്തിൽ കൂടി കമ്മ്യൂണിസ്റ്റുകാർക്ക് നിരവധി കേഡർമാരെ കണ്ടെത്താൻ കഴിയണമെന്നുള്ള ലക്ഷ്യം മനസ്സിൽ വേണം. ആ നിലയ്ക്ക് കേഡർമാരുടെ ദൗർലഭ്യം പരിഹരിക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ഒരു സ്ഥാപനം ഒട്ടേറെ ചുമതലകൾ, അതുകൊണ്ട് ഒരു ചുമതലയോടും നീതി പുലർത്താൻ കഴിയാത്ത സ്ഥിതി എന്നുള്ള സ്ഥിതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഉയർന്നു വന്ന മറ്റൊരു പ്രശ്നം RMPയുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഒന്ന് കൃത്യമായി പറഞ്ഞാൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ വിമർശനം വന്നത്. അങ്ങനല്ല പറഞ്ഞു. RMPയുമായി യോജിപ്പില്ല, അല്ലെ യോജിപ്പിലില്ല എന്ന് തന്നെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യോജിപ്പില്ലെന്നുള്ളത് തന്നെ ശരി. നമ്മുടെ ഒരു പാർട്ടിയാണ് NCPIU, ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്. നമുക്കൊരു പാർട്ടി പരിപാടിയുണ്ട്, നമുക്കൊരു രാഷ്ട്രീയ നയമുണ്ട്. ആ രാഷ്ട്രീയ നയം നമ്മൾ വളരെ ജാഗ്രതയോടെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ രാഷ്ട്രീയ നയമാണ് നമ്മുടെ മേന്മ, നമ്മുടെ വ്യതിരിക്തത, നമ്മുടെ വ്യക്തിത്വം. അതാണ് ആ രാഷ്ട്രീയ നയത്തോട് യോജിക്കുന്നവർക്ക് നമ്മുടെ പാർട്ടി ചേരാൻ ആര് വന്നാലും നമ്മൾ സ്വാഗതം ചെയ്യും. CPM വിട്ടു വരുന്നവര് ആ രാഷ്ട്രീയ നയത്തോട് യോജിക്കാൻ എന്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാക്കി യോജിക്കുന്നില്ലെങ്കിലും നമ്മുടെ പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ നയത്തിന്റെ വിജയം കണ്ട്, അതിന്റെ പ്രാധാന്യം കണ്ട്, അത് മനസ്സിലാക്കാൻ, പഠിക്കാൻ, ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ആർക്കും നമ്മുടെ പാർട്ടി ചേരാൻ. ഈ രാഷ്ട്രീയ നയം മനസ്സിലാക്കുന്നവർക്ക് നമ്മുടെ പാർട്ടി ലയിക്കാം. പക്ഷെ നമ്മുടെ ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ്, ഒരു അഖിലേന്ത്യാ വിപ്ലവ പാർട്ടിയാണ് നമ്മുടേത്. സ്വന്തമായി പരിപാടിയും ഭരണഘടനയൊക്കെ ഉള്ള ഒരു അഖിലേന്ത്യാ വിപ്ലവ പാർട്ടിയാണ്. അപ്പൊ ആ പാർട്ടിയിലേക്ക് ഇങ്ങോട്ട് വന്ന് ചേരുകയല്ലാതെ എന്താ വഴി? നമ്മൾ അങ്ങോട്ട് ചെന്ന് ചേരുക ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടികൾ ഉണ്ടാകുമ്പോൾ? അതോ ആണെങ്കിലോ അവർക്കൊരു നയമില്ല. അവരുടെ നയം എന്താണെന്ന് അവർക്ക് തന്നെ വ്യക്തമല്ല. അച്യുതാനന്ദനെ രക്ഷിക്കുമോ എന്നാണ് ഇപ്പൊ പറയുന്നത്. അച്യുതാനന്ദനാണെങ്കിലോ അച്യുതാനന്ദന് എന്താ നയമുള്ളത്? അച്യുതാനന്ദന് CPIM നിന്ന് വ്യത്യസ്തമായ നയം എന്താ ഉള്ളത്?
CPIM വ്യത്യസ്തമായ അതൊക്കെ ഈ പത്രക്കാരോട് വിശദീകരിച്ചു കൊടുത്തു പത്രസമ്മേളനം നടത്തിയപ്പം. ശരിയാണ്. അച്യുതാനന്ദൻ എന്താ പറയുന്നത്? പ്രകാശ് കാരാട്ടിനോട് അഭ്യർത്ഥിക്കുക, കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുക, ഈ പിണറായി വിജയനും കൂട്ടരും കാണിക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് ഈ പാർട്ടിയെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിക്കുക. പിണറായി വിജയനും കൂട്ടരും അഭ്യർത്ഥിക്കുന്നത് ഈ അച്യുതാനന്ദനും കാണിക്കുന്ന സംഘടനാ വിരുദ്ധത്തിൽ നിന്ന് കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കണമേ എന്നാണ് കേന്ദ്ര നേതൃത്വം അഭ്യർത്ഥിക്കുന്നത്. രണ്ടു കൂട്ടരും കേന്ദ്ര നേതൃത്വം അഭ്യർത്ഥിക്കുക. അപ്പൊ രണ്ടു കൂട്ടരും കേന്ദ്ര നേതൃത്വം പരമശരി എന്ന് വിശ്വസിക്കുന്നവരാ രണ്ടു കൂട്ടരും. അങ്ങനെ വിശ്വസിക്കുന്നവരിലെ ഒരു കൂട്ടരുടെ ഒരു നേതാവായ അച്യുതാനന്ദൻ പ്രതീക്ഷയർപ്പിച്ചാണ് RMP നിൽക്കുന്നത്. അവര് CPIMന്റെ ഹൈ ഹാൻഡഡ്നെസ് അതിന്റെ ആധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള പരിശ്രമം, അതിനെതിരെ പോരാടുന്ന അവരോട് നമുക്ക് സഹതാപമുണ്ട്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പം ചെറിയാനുൾപ്പെടെ ഞങ്ങൾ അവിടെ പോയതാണ്. അവിടെ സ്ട്രീറ്റ് സമർപ്പിക്കുക അല്ലെങ്കിൽ അഭിവാദ്യമൊക്കെ ചെയ്തതാണ്. ഇവിടൊക്കെ അതിന് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ ആദ്യമായി പലയിടത്തും പ്രകടനം നടത്തിയതാണ്. വേറെ പലയിടത്തും പൊതുയോഗം നടത്തിയതിന്റെ കാര്യം പറഞ്ഞു. ഇത്തരത്തിൽ CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തെ അവരുടെ നയവ്യതിയാനത്തിന്റെ ഭാഗം എന്നുള്ളതിലേക്ക് എക്സ്പോസ് ചെയ്ത് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടുള്ള നമ്മുടെ രോഷമൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ തുടർന്ന് ഇപ്പോൾ എഴുതിയപ്പോഴും കൊലപാതക രാഷ്ട്രീയത്തെ എന്ന പോലെ തന്നെ മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാര വിലയും എതിർക്കണം. കൊലപാതക രാഷ്ട്രീയത്തെ തുറന്ന് കാണിക്കുക തന്നെ വേണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ നിലയ്ക്കൊക്കെ അവരുടെ സ്ഥിതിയോട് നമുക്ക് സഹതാപമുണ്ട്. പക്ഷേ എന്ത് സഹതാപത്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ വളരെ ജാഗ്രതാപൂർവം കെട്ടിപ്പടുത്താൻ നമ്മുടെ രാഷ്ട്രീയ നയം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? നമ്മുടെ പൊളിറ്റിക്കൽ ലൈൻ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ആ പൊളിറ്റിക്കൽ ലൈൻ പ്രധാനമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം ആളുകളോട് ബന്ധപ്പെട്ട് അവരുടെ പരിമിതികൾ മനസ്സിലാക്കി ഏതെങ്കിലും ഘട്ടത്തിൽ അവരെ നമ്മുടെ മൂവ്മെന്റിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യം നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ആ പരിശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ഇതിനോട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. അവരെ പറ്റിയുള്ള ചില വിമർശനങ്ങൾ അവരോട് തന്നെ പറയുന്നുണ്ട്. ഇപ്പം ഒരു ജാഥ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കതിന്റെ കൂടെ ഈ ഭരണവർഗത്തിന്റെ നയങ്ങൾക്കെതിരെ ഒരു മുദ്രാവാക്യം കൂടി ചേർത്തുകൂടെ? നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമാകും തരത്തിൽ ഞങ്ങൾ UDFന്റെ കൂടെ അല്ല, ഞങ്ങൾ വെറും CPM വിരുദ്ധർ മാത്രമല്ല, ഞങ്ങൾക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ നിന്ന് അകന്നതുകൊണ്ടാണ് ഞങ്ങൾ CPIMനെ വിമർശിക്കുന്നത് എന്ന് വ്യക്തമാകും തരത്തിൽ ഒരു ഭരണവർഗ വിരുദ്ധ മുദ്രാവാക്യം വെച്ചൂടെ ഇതിന്റെ കൂടെ? അപ്പൊ അവര് ഈ സെന്റിമെന്റ്സ് ചൂഷണം ചെയ്തതിന് തടസ്സമാണെന്നാണ് ഇപ്പൊ ചന്ദ്രശേഖരൻ കൊലപാതക വിരുദ്ധ സെന്റിമെന്റ്സിൽ ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അവരുമായി ചേർന്ന് നമ്മുടെ രാഷ്ട്രീയ വ്യക്തിത്വം കളഞ്ഞു വിളിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് അവരോട് നമുക്ക് ശത്രുതയില്ല, അവരോടും സഹകരിക്കുന്നതിന് പ്രശ്നമില്ല. അവരോടല്ല, ഇത്തരം ഗ്രൂപ്പുകൾ ഇനിയും CPIMന് വരും. CPIMന്റെ തകർച്ച അനിവാര്യമാണ്. കാരണം അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, ഇപ്പോഴും ആത്മാവ്. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാവരുമായും ബന്ധപ്പെടണം, സഹകരിക്കണം, അവരെ ആകർഷിക്കാൻ പരിശ്രമിക്കണം, നമ്മുടെ രാഷ്ട്രീയ അവരെ ബോധ്യപ്പെടുത്തണം, അവർക്ക് നവബോധം കൊടുക്കണം. ഇതെല്ലാം കറക്റ്റ്, ഇതെല്ലാം ശരി, ഇതെല്ലാം സഹാക്കളുടെ വികാരത്തോട് യോജിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ വളരെ തികച്ചും ശരിയായ രാഷ്ട്രീയ നയത്തെ ആസ്പദമാക്കിയുള്ള നമ്മുടെ പാർട്ടിയുടെ വ്യക്തിത്വം കളഞ്ഞു കുളിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, കളഞ്ഞു കുളിക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ നമുക്കും വ്യക്തത വേണം. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. പിന്നെ ഇവിടെ പല നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. കിസാൻ സഭ NTAയും പുനഃസംഘടിപ്പിക്കണം, അല്ലെങ്കിൽ
മലയാളം ഭരണഘടന ഉണ്ടാവണം, ചെറിയാൻ്റെ ലാൽപുരിയെ സംബന്ധിച്ചുള്ള പുസ്തകം തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കണം, സഹാക്കളുടെ പ്രൊമോഷൻ എല്ലാം പല അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണ്ടത്ര വിലയിരുത്തിയിട്ട് വേണം നടത്താൻ, ബഹുജന സംഘടനാ പ്രവർത്തകർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള പല നിർദ്ദേശങ്ങൾ. ദളിത് വിഭാഗങ്ങളിലുള്ള ബുദ്ധിജീവികളുമായി ചർച്ച വേണം. ദളിത് ബുദ്ധിജീവി പിന്നെ ഞാൻ അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് അവരുമായിട്ടൊക്കെ ചർച്ചയാവാം. പക്ഷേ ഈ ദളിത് വിഭാഗങ്ങൾ പല അതിലെ നേതാക്കന്മാർ പല താല്പര്യങ്ങൾ, പാർലമെന്ററി താല്പര്യങ്ങളെ അടക്കം പിന്നാലെ പോകുന്നവരാണ് എന്ന ബോധ്യത്തോടെ നേതാക്കന്മാരുമായി അതുകൊണ്ട് ചർച്ചയാവാം. പക്ഷെ ആ ചർച്ച കൊണ്ട് മാത്രമായില്ല, ദളിത് ജനവിഭാഗങ്ങളുടെ ഇടയിലാണ് ചർച്ച ഉണ്ടാവേണ്ടത്. ആ ചർച്ച ഉണ്ടാകത്തക്കവണ്ണം അവരുമായിട്ട് ആശയ സംവാദം പരസ്യമായിട്ടാവാം. ഞാൻ പറഞ്ഞു, നവപഥത്തിനകത്ത് ഒരു ലേഖനം എഴുതിട്ട് നമ്മൾ പ്രസിദ്ധീകരിക്കാം, നമ്മളതിന് മറുപടി എഴുതും, അതിന് മറുപടി അവരെഴുതുകയാണ്, വീണ്ടും നവപഥത്തിൽ പ്രസിദ്ധീകരിക്കാം. അങ്ങനെ നവപഥം ഈ ദളിത് പ്രശ്നങ്ങളോടുള്ള സമീപനം സംബന്ധിച്ചുള്ള ചർച്ചാ വേദിയാക്കി ഉപയോഗപ്പെടുത്താം. നമുക്ക് അത്തരം ചർച്ചകൾക്ക് നവപഥം തുറന്ന് തയ്യാറായിരിക്കും. വിരുദ്ധ അഭിപ്രായങ്ങൾ പോലും പ്രസിദ്ധീകരിക്കും നവപഥത്തിൽ. നമ്മൾ നവപഥത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നേതൃത്വത്തിൽ ചർച്ചയൊക്കെ ആവാം, പക്ഷേ ദളിത് ജനവിഭാഗങ്ങളുടെ ഉള്ള ചർച്ചയാവേണ്ടത്. അവരുടെ സ്വത്വബോധത്തിനെ ആസ്പദമാക്കിയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തെ എങ്ങനെ വർഗരാഷ്ട്രീയമായി ഇണക്കി ചേർക്കാം, വർഗരാഷ്ട്രീയമായിട്ട് അതിനെ ഉയർത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് ഉള്ള ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് ഓഫീസ് വേണം. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആദ്യമായി തന്നെ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്ത് നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന് അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചാൽ മറ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പ്രാധാന്യത്തോടെ തലസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസ് എന്ന നിലയ്ക്ക് പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യമോ സഹായമോ സംസ്ഥാന കമ്മിറ്റിക്ക് ശ്രദ്ധയോ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാൻ കഴിയും. ആ നിലയ്ക്ക് സംസ്ഥാന തലസ്ഥാനത്ത് ഓഫീസ് പ്രവർത്തനം പല കാര്യങ്ങളിലും ഇടപെടാനും ഒക്കെയുള്ള നമ്മുടെ സൗകര്യം ശക്തിപ്പെടുത്തുമെന്നുള്ള കാര്യം തർക്കമില്ല. അതുപോലെ റിപ്പോർട്ട് മുൻകൂട്ടി തയ്യാറാക്കണമായിരുന്നു. ചില തിരുത്തലുകളൊക്കെ അവസാനമാണ് നടത്തിയത്. അത് വിമർശനമൊക്കെ സ്വീകരിക്കുകയാണ്. മൈക്രോ ഫൈനാൻസ് രംഗത്തുള്ള SNDP NSS അത്തരം ഇടപെടലുകളെ അത് ഉപയോഗപ്പെടുത്തിയുള്ള ഇടപെടലുകളെ തുറന്നു കാണിക്കണം. പത്രങ്ങൾ നമുക്ക് ഇടം തരാത്തതുകൊണ്ട് പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കണം, വാർത്താ ബോർഡ് സ്ഥാപിക്കണം. അത്തരം നിർദ്ദേശങ്ങളൊക്കെ പരിഗണിക്കപ്പെടാവുന്നതാണ്, നടപ്പിലാക്കപ്പെടാവുന്നതാണ്. അതുപോലെ കാർബറാണ്ട യൂണിയനും BSNL യൂണിയനും ഒക്കെ റിപ്പോർട്ടിൽ വിട്ടുപോയി എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അത് ഉൾപ്പെടുത്തേണ്ടതാണ്. സൂക്ഷിച്ച് പരിശോധിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ വിട്ടിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റ് പ്രസിദ്ധീകരണങ്ങളിലും ചെറിയാൻ എഴുതണമെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. മാതൃഭൂമി പത്രം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, മലയാള മനോരമ ആഴ്ചപ്പതിപ്പ്, അല്ലെങ്കിൽ മംഗളം, ഇങ്ങനെ മലയാള പത്രം, ഇതുപോലുള്ള പലതിലും എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അവരിടം തരുന്ന നമ്മുടെ ആശയങ്ങൾ ഈ മാധ്യമ മുതലാളിമാർക്കെല്ലാം ഇഷ്ടമുള്ളതല്ല. എന്നാൽ പല കാരണങ്ങളാൽ പല സന്ദർഭങ്ങളിൽ അവർ ഇടം തന്നിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അയച്ചു കൊടുത്ത ലേഖനങ്ങൾ അതിനെപ്പറ്റി നിശബ്ദത പാലിച്ചിട്ടുണ്ട്. നമ്മൾ ആവർത്തിച്ച് ശ്രമിച്ചപ്പോൾ അവർക്ക് പ്രസിദ്ധീകരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ വീണ്ടും അവരെ വേറെ ചില ലേഖനങ്ങളുമായി സമീപിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ നമ്മൾ അവരുടെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നിരാശപ്പെട്ട് പിന്മാറുന്നില്ല. അതുകൊണ്ട് ഈ സഹാക്കളുടെ വികാരത്തോട് യോജിക്കുകയാണ്. പിന്നെ പോളി പറഞ്ഞ നവപഥം പ്രചരണത്തിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. അവിടെ ചെയ്യുന്നൊരു കാര്യം പറഞ്ഞു. അവിടെ സ്വന്തമായി പണം ഉണ്ടാക്കിക്കൊണ്ട് പണമടച്ച് നവപഥം വായിക്കേണ്ടവരുടെ എത്തിക്കുക എന്നൊരു തന്ത്രം, ഒരു അടിയന്തര നടപടി എന്നുള്ള നിലയ്ക്ക് അത്തരം നവപഥം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ആളുകളിൽ എത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിൽ ഓർക്കുന്ന സഹാക്കൾ ഇതുപോലെയുള്ള മുൻകൈ എടുക്കുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് പൊതുവിൽ മറ്റുള്ളവരും പകർത്താൻ ശ്രമിക്കുന്നത് സഹായകരമാണ്. ആധുനിക മാധ്യമങ്ങളെ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം വന്നു. വളരെ ശരിയാണ്. അത് നമ്മൾ പാർട്ടിയിലാകെ അത് കൂടുതൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കുകയാണ്.
നമ്മുടെ സംസ്ഥാന കമ്മിറ്റി തലത്തിൽ കൂടുതൽ സംഘടിതമായ ഒരു ഏർപ്പാട് തന്നെ ഈ ആധുനിക മാധ്യമങ്ങളെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ള നിലയ്ക്ക് ശ്രമിക്കുകയാണ്. അപ്പൊ അതിന് എല്ലാവരും സഹകരിക്കുകയും വേണം. ഇവിടെ നമ്മുടെ അബ്ദുൽ സമദ് എന്നോട് പറഞ്ഞു ഇതിന്റെ കൂടെ പറയണം, ഇമെയിൽ അഡ്രസ് ഉള്ളവരെല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകണം. ആ ഇമെയിൽ അഡ്രസ്സ് എപ്പോഴും ആക്റ്റീവ് ആണെങ്കിൽ അത് ബ്രാക്കറ്റിൽ 6 ഇട്ടിട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, എന്തായാലും ഇമെയിൽ അഡ്രസ് ഉള്ളവര് ഇവിടെ പ്രസീഡിയത്തിൽ ആ ഇമെയിൽ അഡ്രസ് എല്ലാം ഏൽപ്പിച്ചു പോകുന്നത് ഈ നിർദ്ദേശം വളരെ പ്രസക്തമായ നിർദ്ദേശമാണ്, നടപ്പിലാക്കാൻ സഹായകരമായിരിക്കും. അപ്പൊ ഇത്രയാണ് ചർച്ചയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ളത്. ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത സഹാക്കൾക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.